ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സീക്രട്ട് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അപ്പോൾ എല്ലാ വീഡിയോസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ കയ്യിൽ ഒരു റെഡിമെയ്ഡ് പാൻറ്റ് സീക്രട്ട് പാൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അളവെടുത്തിട്ട് നമുക്ക് എങ്ങനെ സീക്രട്ട് പാൻറ്റ് തയ്ക്കാം എന്നുള്ളതാണ്. നമ്മളിതിന് മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു മെഷർമെൻറ്റ് ഉണ്ട്. ആ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പാൻറ്റിൽ നിന്ന് അളവെടുത്തിട്ട് കറക്റ്റ് അതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ സീക്രട്ട് പാൻറ്റ് തയ്ക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ നോക്കാം, ഈ വൈറ്റ് കളർ പാൻറ്റ് നമ്മുടെ റെഡിമെയ്ഡ് പാൻറ്റാണ്. ഇതിൽ നിന്നാണ് നമ്മൾ അളവെടുക്കുന്നത്. യെല്ലോ കളറിൽ കാണുന്നത് ഇതേ അളവ് വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ള പാൻറ്റാണ്. അപ്പോൾ കണ്ടല്ലോ, കറക്റ്റ് ഒരു 4 ഇഞ്ച് അങ്ങോട്ടും കൂടിയിട്ടുണ്ടെങ്കിൽ അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി എല്ലാ മെഷർമെൻറ്റും ഈക്വലായിട്ടാണ്, ഒരുപോലെ ആയിട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു റെഡിമെയ്ഡ് പാൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. അതുപോലെ മെറ്റീരിയൽ നമുക്ക് ഏത് തുണിയിലാണ് ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ അതും എടുക്കാം. അപ്പോൾ എത്ര മീറ്റർ മെറ്റീരിയൽ വേണമെന്ന് പലരും ചോദിക്കാറുണ്ട്. നീളം കുറച്ചിട്ടുള്ള പാൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2.25 മതി. ഇനി പോട്ടെ, 2.5 മീറ്റർ തുണി നിങ്ങൾ കയ്യിൽ വെച്ചാൽ, കാരണം അഥവാ നമ്മൾ ഫസ്റ്റ് ആയിട്ട് തയ്ക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരണ്ട. ഒരു 2.25 അല്ലെങ്കിൽ 2.5 മീറ്റർ തുണി നിങ്ങൾ വേഗം എടുത്ത് സംഘടിപ്പിക്കാം. അപ്പോൾ കണ്ടുള്ള തുണി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ തുണി നമ്മൾ 2 ആക്കിയിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത്. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ 2 ആക്കി വെച്ചിട്ടുണ്ട്. ഓപ്പൺ സൈഡോ ക്ലോസ്ഡ് സൈഡോ ഏതാണ് നിങ്ങളുടെ ഭാഗത്തേക്ക് വെച്ചിട്ടുള്ളത് അതൊന്നും വിഷയമുള്ള കാര്യമില്ല. എങ്ങനെയായാലും നിങ്ങളത് റെഡിയാക്കി വെക്കാം. അപ്പോൾ കണ്ടല്ലോ, പാൻറ്റ് ഇതുപോലെ ഈ ഒരു പാൻറ്റിൽ നിന്നാണ് നമ്മൾ അളവെടുക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കുക. ഫ്രണ്ടിൽ ബെൽറ്റും ബാക്കിൽ ഇലാസ്റ്റിക്കുമാണ് വരുന്നത്. അപ്പോൾ ഇതേ മോഡലിൽ തന്നെ ഫ്രണ്ടിൽ ബെൽറ്റും ബാക്കിൽ ഇലാസ്റ്റിക്കും വരുന്ന മോഡലാണ് നമ്മൾ തയ്ക്കുന്നത്. ഇവിടെ ഒരു ബെൽറ്റിൻ്റെ അളവെന്ന് പറയുന്നത് 1 ഇഞ്ച് വീതി വരുന്നതാണ്. അതായത് 1 ഇഞ്ച് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാൻറ്റ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 ഇഞ്ച് ഇലാസ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തോ. പല സീക്രട്ട് പാൻറ്റിലും പല ബെൽറ്റിൻ്റെ വീതി പലതായിരിക്കും. അപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് 1 ഇഞ്ച് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബെൽറ്റിനുള്ള മാർക്കിങ് കൊടുക്കാം. ബെൽറ്റിന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളുടെ തുണി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കാര്യം മറക്കരുത്. തുണി ഇതുപോലെ 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 1 ഇഞ്ചിലേക്ക് ഒരു 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കാം. എന്നിട്ട് 1.5 ഇഞ്ചിൻ്റെ ബെൽറ്റ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ആ 1.5 ഇഞ്ചിലേക്ക് ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തോ. അപ്പോൾ എങ്ങനെ സംഭവം എന്ന് മനസ്സിലായല്ലോ. എത്രയാണ് ഇലാസ്റ്റിക്കിൻ്റെ വീതി അതിലേക്ക് ഒരു 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യണം. അപ്പോൾ വേസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു പാൻറ്റ് ഉണ്ടല്ലോ, ഈ വൈറ്റ് കളർ പാൻറ്റ്, നമ്മൾ റെഡിമെയ്ഡ് പാൻറ്റ്, ഈ പാൻറ്റിൽ നമുക്ക് കുറച്ച് വരകളൊക്കെ കൊത്തി വരക്കാം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് പെട്ടെന്ന് അളവെടുക്കുക എന്നുള്ളത് എങ്ങനെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പാൻറ്റ് 2 ആക്കിയിട്ട് കറക്റ്റായിട്ട് മടക്കി വെക്കുക. അവിടെ എവിടെയും ചുളിവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മടക്കി വെക്കണം. ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്തോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് കൊടുക്കണം. മറ്റേ സൈഡ് മുട്ടുന്നത് വരെ ഇതുപോലെ ലൈന് കൊടുക്കാം. അതുപോലെ ഈ ഒരു ഭാഗം മടക്കി വെക്കുന്ന സമയത്ത് കറക്റ്റ് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടങ്ങി കിടക്കുന്നില്ലോ എന്ന് നോക്കിയിട്ട് വേണ്ടോ നമ്മൾ ലൈന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഈ ഒരു താഴത്തെ ലൈനിലേക്ക് മുട്ടുന്ന രീതിയിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മുടെ ഈ ഒരു ക്രോച്ചിൻ്റെ ലെങ്ത്ത് വരുന്നത് 12.5 ഇഞ്ചാണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്തുള്ള മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. 13.25 ഇഞ്ച് ഉണ്ട്. അതായത് 13.25 ഇഞ്ച് എന്നാണ് ഈ തയ്യൽ തുമ്പ് അടക്കാട്ടോ ഞാനിവിടെ 13.25 ഇഞ്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫ്രണ്ട് പീസിൻ്റെ ഈ തയ്യൽ തുമ്പ് അടക്കാട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 13.25 ഇഞ്ചാണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കണ്ടല്ലോ, 12 ഇഞ്ചാണ് നമ്മളെ ക്രോച്ച് ലെങ്ത്ത്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കിവിടെ 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എത്രയാണ് നിങ്ങളുടെ ക്രോച്ചിൻ്റെ ലെങ്ത്ത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇതിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ മെഷർമെൻറ്റ് ഒന്നും എടുത്തില്ല, കാരണം നിങ്ങളിവിടെ നോക്കുക, ഇതിൽ ടക്ക് വരുന്നുണ്ട്, ജോയിൻറ്റ് വരുന്നുണ്ട്. ഇതൊന്നും നമ്മളിതിൽ മെഷർ ചെയ്തെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് 12.5 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച്. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഈ പാൻറ്റ് 2 ആക്കി മടക്കി വെച്ചെടുത്താൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് 2 സൈഡ് ജോയിൻ ചെയ്യണം, ക്രോച്ചിൻ്റെ ഭാഗം അടിക്കണം, ടക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു എക്സ്ട്രയിൽ പോകും. ഓക്കെ, ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ 12.5 ഇഞ്ച്. അതുപോലെ ഈ ഒരു സൈഡിലും കൂടി നമുക്ക് 12.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് സീറ്റിൻ്റെ ഭാഗം നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 13.25 ഇഞ്ചാണ്. ആ 13.25 ഇഞ്ച് അതേപോലെ തന്നെ നമ്മളിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ നിന്ന് നമുക്കിതുപോലെ കർവ് വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശ പണി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗത്തെ മെഷർമെൻറ്റാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുക. അത് നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 13.25 ഇഞ്ചിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം.
കറക്റ്റായിട്ട് ഇതുപോലെ ടാപ്പ് ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ കിട്ടും. 13.25 ഇഞ്ചിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 6.8 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ മാർക്ക് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് പാൻറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പാൻറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വൈറ്റ് പാൻറ്റിൽ നിന്ന് നമ്മൾ പാൻറ്റിൻ്റെ ലെങ്ത്ത് ആദ്യം ഒന്ന് മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻറ്റ് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ടാപ്പ് വെച്ചിട്ട് ഏറ്റവും ടോപ്പിൽ നിന്ന്, അതായത് നമ്മുടെ ബെൽറ്റ് അടക്കം നമ്മൾ കൂട്ടിയിട്ടാട്ടോ നമ്മൾ ഇവിടെ വരെ നമ്മൾ മെഷർ ചെയ്ത് 38 ഇഞ്ചാണ് നമ്മൾ പാൻറ്റിന് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ആ 38 ഇഞ്ച് നമുക്ക് അതുപോലെ തന്നെ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബെൽറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ലൈന് വരച്ചിട്ടുണ്ടല്ലോ, ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ മാർക്കിങ് കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ ടാപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് താഴത്തെ 38 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മടക്കി തയ്ക്കാനുള്ളത് നമുക്കിതിൽ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുക്കുന്നത്. താഴത്തേക്ക് ഇതുപോലെ 2 ഇഞ്ച് കൊടുക്കാം. പല പാൻറ്റിലും പല അളവായിരിക്കും. ചില പാൻറ്റിൽ നല്ല വീതിക്ക് മടക്കിയിട്ടുണ്ടാകും, ചില പാൻറ്റിൽ കുറഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ അളവിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പാൻറ്റിൽ നോക്കുക കുറഞ്ഞ അളവിലാണ്. പക്ഷേ നമ്മൾ ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് മടക്കി കൊടുക്കുമ്പോഴാണ് ആ ഒരു പാൻറ്റിന് ഭംഗി വരിക. അപ്പോൾ ഇവിടെ എത്രയും നമുക്ക് കിട്ടിയുള്ള 6.8 ഇഞ്ചാണ് ഇതിൻ്റെ പകുതിയായിട്ട് വരുന്നത്. അതേ 6.8 ഇഞ്ച് നമുക്ക് ഈ ഒരു താഴെ വശത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ 2 പോയിൻ്റ് കിട്ടിയുള്ള നമുക്ക് സെൻറ്ററിൽ വരുന്ന 2 പോയിൻറ്റുകൾ, ഈ 2 പോയിൻറ്റുകൾ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻറ്റിൻ്റെ സെൻറ്റർ ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പാൻറ്റിൻ്റെ താഴെ വശത്തെ മാർക്കിങ് നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ചീത്ത വശത്താണ് മാർക്കിങ്ങുകളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ നല്ല വശത്ത് വെച്ച് എങ്ങനെ മാർക്കിങ് ചെയ്യാമെന്നും കൂടി ഞാൻ ജസ്റ്റ് അളവെടുക്കാമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇതുപോലെ നമ്മുടെ പാൻറ്റ് നല്ല കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഈ ഒരു പാൻറ്റിൽ നമ്മുടെ ബാക്ക് പീസ് ഒരു 1/2 ഇഞ്ചോളം ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്നുണ്ടാവും. നമുക്കതിനെ മൈൻഡ് ചെയ്യേ വേണ്ട, നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ അളവ് മാത്രം മതി, ബാക്ക് പീസ് ഇതിലേക്ക് എടുക്കുകയേ ചെയ്യരുത്. കാരണം ജസ്റ്റ് ആ ജോയിൻറ്റിൽ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. അതുപോലെ 2 സൈഡിലേക്ക് നമുക്ക് തയ്ക്കാൻ 1/2 ഇഞ്ച് വേണമല്ലോ. അപ്പോൾ 1/2 ഇഞ്ചും 1/2 ഇഞ്ചും കൂട്ടിയാൽ 1 ഇഞ്ച്. അപ്പോൾ 6.5 ഇഞ്ചിലേക്ക് 1 ഇഞ്ച് കൂട്ടി കഴിഞ്ഞാൽ 7 ഇഞ്ച് കിട്ടും. ആ 7 ഇഞ്ചിൻ്റെ പകുതി നമുക്ക് എടുക്കാം. അപ്പോൾ 7 ഇഞ്ചിന് കറക്റ്റ് ഇതുപോലെ ടാപ്പ് അങ്ങ് മടക്കി കഴിഞ്ഞാൽ നമുക്ക് 3.25 ഇഞ്ചാണ് കിട്ടുക. ഈ 3.25 ഇഞ്ചിനെ നമുക്ക് ഈ ഒരു സെൻട്രൽ ലൈനിൻ്റെ 2 സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ലൈനിലേക്ക് കറക്റ്റായിട്ട് 3.25 വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു മാർക്കിങ് കൊടുത്തു, അടുത്ത സൈഡിലേക്ക് 3.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ആംഗിളിൻ്റെ റൗണ്ട് വരുന്നത്. ഈ താഴെ വശത്തേക്ക് അതുപോലെ നമ്മൾ ചെരിച്ചിട്ടാട്ടോ ലൈൻ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ സീറ്റിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഞാൻ ഒരു ലൈന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ, നമുക്ക് ആ ഒരു മെഷർമെൻറ്റുകൾ കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ലൈന് കറക്റ്റായിട്ട് ഇവിടെ വരെ വെച്ചിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം 25 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ആ 25 ഇഞ്ചിന് നമ്മൾ ഇതുപോലെ അങ്ങ് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു ഭാഗത്തെ നമുക്ക് അളവൊന്ന് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് പാൻറ്റിൽ നിന്ന് അളവെടുക്കണം. അപ്പോൾ പാൻറ്റ് നമ്മളിതുപോലെ ചീത്ത വശത്തേക്ക് വീണ്ടും എടുത്തിട്ടുണ്ട്. കാരണം ഒന്നും കൂടി ചീത്ത വശത്ത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനാണ് എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്, മെഷർമെൻറ്റ് എടുക്കാനാണ് കുറച്ച് എളുപ്പം തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ലൈനിൽ കറക്റ്റ് ടാപ്പ് വെച്ച് താഴെ വശം വരെ വെച്ചിട്ട് 25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതുപോലെ സെൻറ്ററിലാക്കിയിട്ട് നമ്മളിങ്ങനെ ടാപ്പ് ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് സെൻറ്റർ കിട്ടും. ഈ ഒരു ഭാഗത്തെ മെഷർമെൻറ്റ് നമുക്ക് എടുക്കണം. അപ്പോൾ ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ നമ്മുടെ ഈ ഒരു പാനിൻ്റെ തയ്യൽ തുമ്പ് അടക്കം നമ്മൾ ടാപ്പിൽ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു സൈഡിലും കൂടി അതിൻ്റെ തയ്യൽ തുമ്പും കൂടി അടക്കം നമുക്ക് എത്ര ഇഞ്ച് കിട്ടിയിട്ടുണ്ട്, 9.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, കറക്റ്റ് നമ്മൾ ആ ഫ്രണ്ട് പീസിൻ്റെ അളവ് 9.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ആ 9.5 ഇഞ്ച് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ 9.5 ഇഞ്ചിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് 4.25 ഇഞ്ച് കിട്ടും. കണ്ടല്ലോ, 4.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ആ 4.25 ഇഞ്ചിനെ നമുക്ക് ഇതുപോലെ 2 സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ലൈനിൻ്റെ ഒരു ഭാഗത്ത് 4.25 ഇഞ്ച് മാർക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും 4.25 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഭാഗത്തെ മാർക്കിങ്ങും ആയി. ഇനി നമുക്ക് ജസ്റ്റ് ഈ പോയിൻറ്റുകളെല്ലാം കൂട്ടുന്ന യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു 3 പോയിൻറ്റ് യോജിപ്പിച്ചെടുക്കുക ആദ്യം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്കെയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഈ 2 പോയിൻറ്റ് യോജിപ്പിച്ചെടുത്തു. അതിനുശേഷം താഴത്തേക്ക് നമുക്ക് ലൈനാക്കി വരച്ചു കൊടുക്കാം. ഇനി മറു സൈഡിലും നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ 3 പോയിൻറ്റുകൾ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിങ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിങ് എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് എല്ലാ വീഡിയോസിലും എല്ലാവരും പറയുന്നുണ്ട്, കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ സ്പീഡ് കുറച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് പീസ് കറക്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിൽ എക്സ്ട്രാ തയ്യൽ തുമ്പോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. എത്രയാണ് നമ്മുടെ പാൻറ്റിൽ നിന്ന് വരുന്നത് അതേ അളവ് തന്നെയാണ് നമ്മളിതിൽ എടുത്തിട്ടുള്ളത്, ഫ്രണ്ട് പീസിൽ എടുത്തിട്ടുള്ളത്. നമ്മൾ ബാക്ക് പീസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കൊടുക്കാൻ വേണ്ടി പോവുക.
ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കി തുണി ഉണ്ടല്ലോ, ഇത് നമ്മളിപ്പോൾ രണ്ടാക്കിയിട്ടാണ് തുണി മടക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇനി ഇതിൽ ബാക്കി വരുന്ന ആ തുണി വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ ഫ്രണ്ട് പീസിന് മടക്കി വെച്ച പോലെ തന്നെ ബാക്ക് പീസിനും തുണി നമുക്ക് ഇതുപോലെ തന്നെ രണ്ടാക്കി മടക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ ഇതുവരെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ മെഷർമെൻറ്റ് എടുത്തത്. ഇനി നമുക്ക് ബാക്ക് പീസിൽ മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ നമ്മൾ ഫ്രണ്ട് പീസിൽ എങ്ങനെ ചെയ്തത് അതുപോലെ തന്നെ ഇതിലും ചെയ്തെടുക്കാം. അതായത് ആദ്യം തുണി നമുക്കൊന്ന് രണ്ടാക്കി മടക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് ഈ ഒരു ബാക്ക് പീസിൻ്റെ ഭാഗം എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സീറ്റിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നമുക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കണം. കറക്റ്റ് ഈ ഒരു ഭാഗത്ത് ടാപ്പ് വെച്ചിട്ട് കറക്റ്റ് ലൈന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ നിന്ന് അതുപോലെ തന്നെ നമ്മൾ ആ ക്രോച്ചിൻ്റെ ലെങ്ത്തുണ്ടല്ലോ അതും കൂടി നമുക്കൊന്ന് കറക്റ്റായിട്ട് നോക്കാം. ഇനി ഈ ഒരു പാനിൻ്റെ പ്രത്യേകത, അതായത് സിഗരറ്റ് പാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പീസിനേക്കാൾ ബാക്ക് പീസ് കുറച്ച് വലുപ്പം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണെന്ന് കറക്റ്റ് നോക്കാം കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ക്രോച്ചിൻ്റെ ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ മറ്റേ ക്രോച്ചിൻ്റെ ലെങ്ത്ത് എത്രയായിരുന്നു? 12.5 ഇഞ്ചായിരുന്നു അല്ലേ. ഇത് 14 ഇഞ്ചാണ്, നേരത്തെ 12.5 ഇഞ്ചാണ്. രണ്ടിൻ്റെയും ഡിഫറൻസ് ഒന്ന് നോക്കാം. രണ്ടിൻ്റെയും ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 2 ഇഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ഒന്ന് 12.5 ഇഞ്ചാണ്, ഒന്ന് 14 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ആ 2 ഇഞ്ച് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത 2 ഇഞ്ച് ഏതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആ ക്രോച്ചിൻ്റെ ലെങ്ത്തിൽ വരുന്ന വ്യത്യാസം കേട്ടോ. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ക്രോച്ചിൻ്റെ ലെങ്ത്തിൽ വരുന്ന വ്യത്യാസം എത്രയാണ്? 2 ഇഞ്ചാണ്. ആ 2 ഇഞ്ചാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് കറക്റ്റായിട്ട് ആ ലൈനിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തു. താഴെ വരെ അതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തും കൂടി ഒന്ന് എല്ലാവരും സഹകരിക്കാം. കാരണം നമ്മൾ ഏകദേശം 80,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി നമുക്കിതാ ഈ ഒരു ഭാഗത്തെ അളവൊന്ന് മെഷർ ചെയ്ത് നോക്കണം. നമുക്കിതാ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത് നോക്കാം. അതായത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2.5 ഇഞ്ചാണ് ആണല്ലോ. ഈ 2.5 ഇഞ്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടേക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് എത്രയാണ് അളവ് കിട്ടിയിട്ടുള്ളത് അതേ മെഷർമെൻറ്റ് വേണം നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വലിയ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലതിലൊക്കെ 3 ഇഞ്ച് വരും, ചിലതിലൊക്കെ 3.5 ഇഞ്ചായിരിക്കും. അപ്പം ആ ഒരു എത്രയാണ് നമ്മുടെ ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ആ സീറ്റിൻ്റെ ഭാഗത്തേക്ക് എക്സ്ട്രാ വരുന്നത് അതേ അളവ് നമുക്കിത് ഈ ഒരു ബാക്ക് പീസിൻ്റെ ഇവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ഇഞ്ച് മതി. ഓക്കെ, എത്ര വേണ്ടത്? 2 ഇഞ്ച്. ഇത് എല്ലാ പാൻറ്റിലും ഒരുപോലെ തന്നെ ആയിരിക്കട്ടെ. 2 ഇഞ്ച് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പാൻറ്റിൻ്റെ താഴ്വശത്തേക്ക് വരുന്ന ഈ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, അത് 2 ഇഞ്ചിന് നിങ്ങൾ എല്ലാത്തിലും മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു മാർക്കിങ്ങിലാണ് വ്യത്യാസം വരിക. അതായത് ഫ്രണ്ട് പീസിൽ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരളവ് വേണം നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? ഇനി ഈ ഒരു സൈഡിലേക്ക് നമുക്ക് മാർക്കിംഗ് ഒന്നുമില്ല. ഇത്രയാണ് നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിങ് വരുന്നത്. നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം. നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗത്ത്, അതായത് നമ്മൾ ക്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സീറ്റിൻ്റെ ഭാഗം മെഷർ ചെയ്തല്ലോ, അതിൽ നമ്മൾ ആ എക്സ്ട്രാ ആ ഒരു കുഴിച്ച് നമ്മൾ വെട്ടിയിട്ടുള്ള ഭാഗത്ത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേ അളവ് വേണം നമ്മൾ ബാക്ക് പീസിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2.5 ഇഞ്ചാണ്. അതുകൊണ്ട് ആ 2.5 ഇഞ്ച് നമ്മൾ മുകൾ വശം വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി പാൻറ്റിൻ്റെ ആ ക്രോച്ചിൻ്റെ ഭാഗത്തു നിന്ന് താഴത്തേക്ക് വരുന്ന അളവ് നമ്മൾ 2 ഇഞ്ചാണ്. അത് എല്ലാ പാൻറ്റിലും ഒരുപോലെ തന്നെ ആയിരിക്കും. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങളിവിടെ നോക്കുക. നമ്മുടെ ഫ്രണ്ട് പീസിനേക്കാളും 2 ഇഞ്ച് ഏത് കൂടുതൽ? നമ്മളെ ബാക്ക് പീസ് കൂടുതലാണല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളൊന്ന് ചെരിച്ചിട്ട് വരച്ചു കൊടുക്കണം. ലൈൻ ഇതുപോലെ നമ്മളിതാ ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇത്രയും ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന ഇത്രയും ഭാഗത്തേക്ക് നമ്മൾ ചെരിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ നമ്മളൊരു പീസിൻ്റെ കട്ടിങ് വരുന്നുള്ളൂ. ഇനി നമ്മൾ പോകുന്നത് സ്റ്റിച്ചിങ്ങിലേക്കാണ്. കട്ടിങ് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ് അല്ലേ. നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഈ ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും 2 ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. കാരണം പെട്ടെന്ന് മൂടാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഭാഗമാണ്. പലർക്കും ഈ ടൈറ്റായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോകും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഈ ഒരു പാൻറ്റിൽ നമ്മളിപ്പോൾ റെഡിമെയ്ഡ് പാൻറ്റിൽ നമുക്കിവിടെ ടക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടക്ക് നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ചില പാൻറ്റിൽ നിങ്ങൾ എടുക്കുന്ന പാൻറ്റിൽ ടക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലാത്ത പാൻറ്റുകാർ ഈ ഒരു ഭാഗം വിട്ടേക്കാം കേട്ടോ. അത്
മൈൻഡ് ചെയ്യേണ്ട. ഉള്ള ആൾക്കാരോടൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗം. ഇപ്പോൾ ഈ ഒരു ടക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് വീതിയുടെ ടക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്തെല്ലാം ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് കറക്റ്റ് ഇതുപോലെ പിടിച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് നമുക്കൊന്ന് നോക്കണം. എത്രയാണ്? നമ്മുടെ 4 ഇഞ്ചിലാണ് നമ്മുടെ ടക്ക് കിടക്കുന്നത് ആണല്ലോ. 3.5 ഇഞ്ചിലാണ് നമ്മുടെ ടക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ 3.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിതാ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ എവിടെയാണ് 3.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ മറ്റേ സൈഡിൽ നമുക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ടക്കിൻ്റെ ലെങ്ത്ത് നോക്കാം. ടക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത്? ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ നമുക്ക് പിടിക്കാം. ഉള്ളിലേക്കും കൂടി ടക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും ടോപ്പിൽ നിന്ന് ടക്ക് പിടിച്ചിട്ടുണ്ട്. എത്ര കിട്ടിയിട്ടുണ്ട്? നമുക്ക് 5 ഇഞ്ച് ടക്കിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് 5.5 ഇഞ്ചാണ് ടക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. 5.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് 2 സൈഡിലും ഇതേ അളവ് നമ്മൾ മറ്റേ സൈഡിലും ചെയ്ത് കൊടുക്കണം കേട്ടോ. അതെന്താ ചെയ്താൽ മതി? ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ടക്കിൻ്റെ ഭാഗം പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് ഉണ്ടല്ലോ, ബാക്ക് പീസിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു മുകൾ വശത്ത് 1/2 ഇഞ്ച് നമുക്കത് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടോ പറയുന്നത്. അപ്പോൾ ഞാനിത് ടക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബെൽറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ബെൽറ്റിന് വേണ്ടി നമ്മൾ 1.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആ 1.5 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് 1/2 ഇഞ്ച് നമുക്കത് ആ ഉള്ളിലേക്ക് മടക്കി വെക്കാം. ഇതൊക്കെ എളുപ്പമായിട്ടുള്ള പരിപാടികളാണ്. പക്ഷേ ഇവിടെ ആച്ചിട്ട് കഴിയും കേട്ടോ. കടലയിൽ നിന്നിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാം. ആണല്ലോ, നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ നമ്മുടെ ബാക്ക് പീസിൻ്റെ മുകൾ വശത്ത് നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം. 1 ഇഞ്ച് വീതി വരുന്ന ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നമുക്ക് എത്ര നീളത്തിൽ വേണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ നിവർത്തി വെക്കാം. ഈ ബാക്ക് പീസിൻ്റെ പകുതി ആണ് നമ്മുടെ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അത് എടുത്തിട്ട് കട്ട് ചെയ്യാം. അത്രയും അളവിൽ നമുക്ക് ഇലാസ്റ്റിക് മതി. ഓക്കെ, മനസ്സിലായല്ലോ? ഈ നമുക്കിതെങ്ങനെയാണ് ജോയിൻ ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടി. അതായത് താഴെ വശം നമ്മൾ ബാക്ക് പീസ് വെച്ചു, ബാക്ക് പീസിൻ്റെ മുകൾ വശം നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഫ്രണ്ട് പീസാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ നല്ല വശം താഴത്തേക്ക് ആകുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ബാക്ക് പീസ് ഇത്രയും പോർഷൻ മുകളിലേക്ക് വരുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ബെൽറ്റിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ ഇലാസ്റ്റിക്കിനെ നമുക്ക് താഴത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും മുകളിൽ നിന്ന് നമ്മൾ ഈക്വലാക്കി കൊണ്ടുവരരുത്. താഴെ വശത്ത് നിന്ന് തന്നെ ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ മുകൾ വശത്തേക്ക് കൊണ്ടുവരാൻ. കണ്ടല്ലോ, ഞാൻ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് അടുത്ത സൈഡിലും ചെയ്യണം. ഏറ്റവും താഴെ വശത്ത് നിന്ന് നമ്മൾ പാൻറ്റിൻ്റെ സൈഡുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊണ്ടുവരാം. കണ്ടല്ലോ, കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊണ്ടുവരാം. മുകൾ വശത്ത് എത്തുന്ന സമയത്ത് നമ്മുടെ ബാക്ക് പീസ് കുറച്ച് എക്സ്ട്രാ കിടക്കുന്നുണ്ടാവും. ആ എക്സ്ട്രാ കിടക്കുന്ന പോർഷൻ എന്ത് ചെയ്യണം, നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ താഴ്വശത്ത് എന്ത് വെച്ചെടുക്കണം, നമ്മൾ ഇലാസ്റ്റിക് വെച്ചെടുക്കണം. അപ്പോൾ ചില ആൾക്കാർ ഇവിടെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലാസ്റ്റിക് വെക്കുന്ന സമയത്ത് ഈ ഇലാസ്റ്റിക് തിരിഞ്ഞു പോകും, മറിഞ്ഞു പോകും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആകെപ്പാടത് കൊളാകും. അപ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റ് ഇലാസ്റ്റിക് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വേണം നമ്മളിത് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസ് കറക്റ്റ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് ബാക്ക് പീസ് ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇലാസ്റ്റിക് താഴ്വശത്ത് വെച്ചു. എന്നിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് നിങ്ങളൊരു 3-4 അടി കൊടുത്തോ. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ, നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് പീസ് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ അങ്ങോട്ട് ഓപ്പൺ ആക്കി എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇലാസ്റ്റിക് ബാക്ക് പീസിൻ്റെ ഉള്ളിലേക്ക് പോകും. അതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങോട്ട് ഓപ്പൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ഉള്ളിൽ പോയി. ഇനി നമുക്കിത് എങ്ങനെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ബാക്ക് പീസ് വെച്ച് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇലാസ്റ്റിക് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ചിട്ട് വീണ്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അത് മറ്റേ സൈഡിൽ എത്തുന്നത് വരെ നമുക്ക് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു അടിയും കൂടി കൊടുക്കുക കേട്ടോ. എന്നാലും ഇലാസ്റ്റിക് ആ ഒരു പ്രോപ്പറായിട്ട് അവിടെ കിടക്കുള്ളൂ. നമുക്കിതിൻ്റെ താഴ്വശം നമുക്ക് മടക്കി തയ്ച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 2 ഇഞ്ച് നമ്മളുടെ അടുത്ത ഭാഗത്തേക്കും കൂടി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഒരു സൈഡിൽ നമ്മൾ മാർക്കിങ് കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ മറ്റേ സൈഡിലേക്ക് മാർക്കിങ് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ 2 ഇഞ്ച് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു 2 ഇഞ്ചിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ആദ്യം നമ്മൾ 2 ഇഞ്ചിൽ മടക്കി, എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടെ മടക്കി കൊടുത്തു. എന്നിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ മറ്റേ പാൻറ്റിലും ചെയ്തെടുക്കാം കേട്ടോ.
ഇനി പാൻറ്റിൻ്റെ താഴ്വശം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് സൈഡ് കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡ് വശം നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ പാൻറ്റൊക്കെ സ്റ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഫൈനൽ ലുക്കാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ, കാരണം നമ്മുടെ പ്രോപ്പറായിട്ട് എല്ലാ മെഷർമെൻറ്റുകളും ഈക്വലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.